നമ്മുടെ കേരളം മലയും പുഴയും ഇടനാടും തീരദേശവുമൊക്കെയുള്ള ഒരിടം. സത്യത്തിൽ ഈയൊരു ഭൂപ്രകൃതി പാമ്പുകൾക്ക് ജീവിക്കാൻ ഏറ്റവും നല്ല സാഹചര്യമാണ് ഒരുക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയെല്ലാം വീട്ടുപറമ്പുകളിലും കൃഷിയിടങ്ങളിലും പാമ്പുകളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടുതന്നെ പാമ്പുകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുവെക്കുന്നത് അത് വെറുമൊരു മുൻകരുതലല്ല, ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമായൊരു കാര്യമാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? പാമ്പ് കടിയേറ്റാൽ കടിച്ച പാമ്പിനെ തിരിച്ചറിയാനായി അതിന്റെ പിന്നാലെ ഓടരുതെന്ന് ഡോക്ടർമാരെല്ലാം പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. നമുക്കിതിലേക്ക് കുറച്ചു കഴിഞ്ഞ് തിരികെ വരാം. അപ്പൊ ശരി, ആദ്യം തന്നെ നമ്മുടെ കേരളത്തിൽ സാധാരണയായി കാണുന്ന പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകൾ ഏതൊക്കെയാണെന്നും അവ എവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഓരോ പാമ്പും എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് സുരക്ഷിതരായിരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമൻ മൂർഖനാണ്. ഇടനാടുകളിലും സമതലങ്ങളിലുമൊക്കെയാണ് ഇവനെ സാധാരണയായി കാണാറ്. നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള വിറകുപുരകൾ, ചിതൽപുറ്റുകൾ, എലിമാളങ്ങൾ, പിന്നെ പഴയ പൊളിഞ്ഞ മതിലുകളൊക്കെയില്ലേ, അതൊക്കെയാണ് ഇവരുടെ പ്രധാന ഒളിത്താവളങ്ങൾ. അതുകൊണ്ടുതന്നെ പറമ്പിൽ പണിയെടുക്കുമ്പോഴോ വിറകു പെറുക്കാൻ പോകുമ്പോഴോ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അടുത്തത് വെള്ളിക്കെട്ടൻ, ചിലയിടങ്ങളിൽ ശംഖുവരയൻ എന്നും പറയും. രാത്രി മാത്രം ഇരതേടിയിറങ്ങുന്ന ഇവൻ കേരളത്തിലെ ഏറ്റവും അപകടകാരികളിൽ ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഇരതേടി വീടിനകത്തേക്ക് കയറി വരാൻ ഇവയ്ക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക: നിലത്ത് കിടന്നുറങ്ങുന്നവർക്കാണ് വെള്ളിക്കെട്ടന്റെ കടിയേൽക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ. ഇനി നമുക്ക് അണലിയെ പരിചയപ്പെടാം. റബ്ബർ തോട്ടങ്ങൾ, പൈനാപ്പിൾ തോട്ടങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് വരണ്ട പ്രദേശങ്ങളാണ് ഇവയുടെ ഇഷ്ടസ്ഥലം. ഉണങ്ങിയ കരിയിലകൾക്കിടയിൽ ഇവ പതുങ്ങിയിരിക്കുന്നത് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തോട്ടം തൊഴിലാളികൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അണലിക്കൊരു സ്വഭാവമുണ്ട്. അപകടം അടുത്തുവരുന്നു എന്ന് തോന്നിയാൽ വളരെ ഉച്ചത്തിൽ ചീറ്റി ഒരു മുന്നറിയിപ്പ് തരും. മറ്റ് രണ്ട് പ്രധാനികളാണ് ചുരുട്ടമണ്ഡലിയും മുഴമൂക്കൻ കുഴിമണ്ഡലിയും. പാലക്കാട്, കണ്ണൂർ ജില്ലകളിലൊക്കെയുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ വരണ്ട സ്ഥലങ്ങളിലാണ് ചുരുട്ടമണ്ഡലിയെ കാണുന്നത്. പക്ഷേ മുഴമൂക്കൻ കുഴിമണ്ഡലിക്ക് വേണ്ടത് തണുപ്പുള്ള മലയോര പ്രദേശങ്ങളാണ്, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിലെ ഏലം, കാപ്പിത്തോട്ടങ്ങളിലൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഓരോ സ്ഥലത്തും അപകടം ഓരോ രൂപത്തിലാണ് പതിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പാമ്പുകളെയും അവ എവിടെയൊക്കെയാണ് കാണുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു പാമ്പിനെ നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് അതിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കിയാലോ? ഈ പറയുന്ന ലക്ഷണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് പെട്ടെന്നായിട്ട് എലികളുടെ ശല്യം കൂടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പാമ്പിന്റെ പടം, അതായത് ഊരിയിട്ട തോല് കണ്ടോ? മുറ്റത്ത് സ്ഥിരം കാണുന്ന തവളകളെയോ പല്ലികളെയോ ഒന്നും ഈയിടെയായി കാണുന്നില്ലേ? നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ, അതായത് പൂച്ചയോ പട്ടിയോ ഒക്കെ അസാധാരണമായി പേടിച്ചോ അസ്വസ്ഥതയോടെയോ തിരിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ പരിസരത്ത് ഒരു പാമ്പുണ്ടെന്നതിന്റെ നിശബ്ദമായ സൂചനകളാകാം. പാമ്പിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരല്ലോ. അവയിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ഒരു ശീലമാക്കിയേ പറ്റൂ. നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിലെ ചില ചെറിയ മാറ്റങ്ങൾ മതി വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ. ഈ 5 കാര്യങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. 1. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ കയ്യിലൊരു ടോർച്ച് നിർബന്ധമായും വേണം. 2. നടക്കുമ്പോൾ ഒരു വടികൊണ്ട് നിലത്ത് തട്ടി ശബ്ദമുണ്ടാക്കി നടക്കുക. ഭൂമിയിലുണ്ടാകുന്ന ആ പ്രകമ്പനം പാമ്പുകൾക്ക് ഒരു സിഗ്നലാണ്. നമ്മൾ വരുന്നുണ്ടെന്ന് അവയ്ക്ക് മനസ്സിലാകും. 3. ഏറ്റവും പ്രധാനം, നിലത്ത് കിടന്നുറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. കട്ടിലിൽ കൊതുക് വലയിട്ടുറങ്ങുന്നതാണ് ഏറ്റവും സുരക്ഷിതം. 4. പുറത്തുവെച്ച ഷൂസോ ഹെൽമറ്റോ എടുത്തുപയോഗിക്കുന്നതിന് മുമ്പ് അതിന്റെ ഉള്ളിൽ ഒന്നുമില്ലെന്ന് കുടഞ്ഞു ഉറപ്പുവരുത്തുക. 5. പറമ്പിലോ തോട്ടത്തിലോ പുല്ലുള്ള സ്ഥലത്തോ ഇറങ്ങുമ്പോൾ നിർബന്ധമായും ഗംബൂട്ടുകൾ ധരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ഒരു പാമ്പുകടി ഏറ്റാൽ നമ്മൾ എന്തു ചെയ്യണം? ആദ്യത്തെ കുറച്ചു നിമിഷങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് ഒരു ജീവന്റെ വിലയിരിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യം ഇതെല്ലാവരും മനസ്സിൽ ഉറപ്പിക്കണം. വിഷപ്പാമ്പിന്റെ കടിയേറ്റാൽ അതിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരേയൊരു ചികിത്സ മാത്രമേ ലോകത്തുള്ളൂ. അതിന്റെ പേരാണ് ആന്റി സ്നേക്ക് വെനം അഥവാ ASV. ഒരു പച്ചമരുന്നിനോ നാട്ടുവൈദ്യത്തിനോ വിഷമിറക്കാനോ ഒന്നും ഇതിന് പകരമാക്കാൻ കഴിയില്ല. കടിയേറ്റാൽ ഉടൻ തന്നെ ഈ 3 കാര്യങ്ങൾ ചെയ്യണം. 1. കടിയേറ്റ ആളെ എന്ത് വില കൊടുത്തും സമാധാനിപ്പിക്കാം. കാരണം പേടിക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടും, അത് വിഷം ശരീരത്തിൽ വേഗത്തിൽ പടരാൻ കാരണമാകും. 2. ഒരു നിമിഷം പോലും കളയാതെ സഹായത്തിന് ആളെ വിളിക്കുക. 3. കടിയേറ്റ ഭാഗം, അതായത് കയ്യോ കാലോ ആണെങ്കിൽ അത് ഒട്ടും അനക്കാതെ വയ്ക്കുക. ഒരു മരക്കഷ്ണമോ സ്കെയിലോ വെച്ച് ഒടിഞ്ഞാൽ കെട്ടുന്നതുപോലെ കെട്ടിവയ്ക്കാം.
ഇങ്ങനെ ചെയ്യുന്നത് വിഷം പടർന്നതിന്റെ വേഗത ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ഒരു കാരണവശാലും ചെയ്യരുതാത്തതെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ആദ്യം ചെയ്യേണ്ടവ: കടിയേറ്റ ഭാഗം അനക്കാതെ വെക്കുക. കൈയിലോ കാലിലോ നീരുവയ്ക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മോതിരം, വള, പാദസരം പോലുള്ളവയൊക്കെ ഉടൻ ഊരിമാറ്റുക. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. ഇനി ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങൾ: കടിയേറ്റ ഭാഗത്തിന് മുകളിലായി കയറോ തുണിയോ വെച്ച് മുറുക്കിക്കെട്ടരുത്. മുറിവ് ബ്ലേഡ് കൊണ്ട് കീറുകയോ വായ്കൊണ്ട് വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. നാട്ടുവൈദ്യത്തിനു വേണ്ടി വിലപ്പെട്ട സമയം കളയരുത്. പിന്നെ കടിയേറ്റ ആളെ നടത്തിക്കുകയോ ഓടിക്കുകയോ ചെയ്യരുത്. പ്രത്യേകം ഓർക്കുക, ഈ മുറുക്കിക്കെട്ടുന്നത് കാരണം ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലച്ച് ചിലപ്പോൾ ആ അവയവം തന്നെ മുറിച്ചുമാറ്റേണ്ട അവസ്ഥ വരാം. ഈ സ്ലൈഡിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ഓടുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, അല്ലേ? ഇത് മിനിറ്റുകൾക്കുള്ളിൽ വിഷത്തെ രക്തത്തിലൂടെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും അതിവേഗം പടരാൻ സഹായിക്കും. അതുകൊണ്ടാണ് കടിയേറ്റാൽ ഒട്ടും അനങ്ങാതെയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യമില്ലേ, അതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് പാമ്പ് കടിയേറ്റാൽ ആ പാമ്പിനെ പിന്തുടരരുതെന്ന് പറയുന്നത്? ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. പാമ്പിനെ പിന്തുടരുന്നത് ഇരട്ടി അപകടമാണ്. 1, അത് വീണ്ടും കടിക്കാൻ സാധ്യതയുണ്ട്. 2, അങ്ങനെ ചെയ്യുന്നത് ആശുപത്രിയിലെത്താനുള്ള നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തും. ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ ചത്ത പാമ്പിനെ കാണേണ്ട ആവശ്യമില്ല. കടിയേറ്റ ആളുടെ ശരീരത്തിലെ ലക്ഷണങ്ങൾ നോക്കിയാണ് അവർ ചികിത്സ തീരുമാനിക്കുന്നത്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി ASV ചികിത്സ തുടങ്ങുക എന്നതാണ് പ്രധാനം. അപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാം. പാമ്പ് കടിയേറ്റാൽ ഓരോ നിമിഷവും നിർണായകമാണ്. ശരിയായ അറിവും ശരിയായ സമയത്തുള്ള ഇടപെടലുമാണ് ഒരു ജീവൻ രക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയെല്ലാം ലക്ഷ്യം ഒന്നുമാത്രമായിരിക്കണം: ആന്റി സ്നേക്ക് വെനം അഥവാ ASV, ICU, വെന്റിലേറ്റർ തുടങ്ങിയ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിൽ കടിയേറ്റയാളെ എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഓർക്കുക, എല്ലാ ആശുപത്രികളിലും ഈ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് പോകുന്നതിനു മുൻപ് ഈ സൗകര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. അവസാനമായി ഈ സുരക്ഷാ കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം. വീട്ടിലാണെങ്കിൽ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. കട്ടിലിൽ ഉറങ്ങുക. ഷൂസുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇനി പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ രാത്രിയിൽ ടോർച്ചും വടിയും ഉപയോഗിക്കുക. തോട്ടങ്ങളിലും പറമ്പുകളിലും ഗംബൂട്ടുകൾ ധരിക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചൊരു ബോധ്യം വേണം. ഓർക്കുക, ശരിയായ അറിവിന് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയും. ഈ വിലപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം പോരാ, തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. കാരണം അറിവ് പങ്കുവയ്ക്കുന്നതിലൂടെ നമുക്ക് ഒരുമിച്ച് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും.